ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെമോ ഫോർ. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. തമിഴിൽ കണ്ടുപോലെ തന്നെ നമ്മൾ കുറച്ച് ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈൻ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഞാൻ ആ ഒരു മോഡൽസ് ഒക്കെ നിങ്ങളത് പരിചയപ്പെടുത്തി തരാം. അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ മോഡൽ അൺബോക്സ് ചെയ്തതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ മിക്ക കാർസും എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പർട്ടിക്കുലർ മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു മോഡൽ വേണേൽ അവൈലബിൾ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻ ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ നല്ല ഡിമാൻഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മിക്ക മോഡൽസ് നമുക്കിപ്പോൾ നാട്ടിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ അവൈലബിൾ ആണെങ്കിൽ തന്നെ നല്ല റേറ്റിലാണ് മിക്ക പേജുകളും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ റേറ്റ് നമുക്ക് ചെക്ക് ചെയ്തറിയാം. നല്ല ഹൈ ആണ് ഓൺലൈൻ റേറ്റ് ഇപ്പം വരുന്നത് ഈ ഒരു ഹോട്ട് വീൽസ് കളക്ഷൻസിന്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ തന്നെ നല്ല ലോ റേറ്റിൽ കമ്പയർഡ് ടു അതർ പേജസ് നമ്മൾ കുറച്ചുകൂടെ ലോ റേറ്റിലാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് റോണിയും കൂടെ ചേർന്നാണ് ഈ ഒരു ചെറിയ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. എല്ലാവരും കയറി ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ ജസ്റ്റ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളോട് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ ആർക്കെങ്കിലും ചില പർട്ടിക്കുലർ മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തന്നാൽ നമ്മളത് അവൈലബിൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ അറൗണ്ട് ഒരു 20 മോഡൽസ് എൻ്റെ ഇപ്പോൾ നിലവിലുണ്ട്. ജസ്റ്റ് അതൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമ്മുടെ ടൊയോട്ട സുപ്രയാണ് MK4. അപ്പോൾ ഈ ഒരു വാഹനം മിക്ക കളക്ടേഴ്സിൻ്റെ കയ്യിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വാഹനമാണ്. അറിയാം, മിക്ക ഹോട്ട് വീൽസ് കളക്ടേഴ്സിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്നൊരു വണ്ടിയാണ് ഈ ഒരു MK4 സുപ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ നാട്ടിൽ വളരെ കുറവുമാണ്. അതുപോലെ തന്നെ നല്ല പ്രൈസിലാണ് ഈ ഒരു വാഹനം സെയിലാവുന്നത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം, നല്ല പക്ക ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ജോബിൻ്റെ കാര്യമായാലും നല്ല പക്കയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ബാക്ക് ലൈറ്റ് അത്ര ഡീറ്റെയിലും കൊടുത്തിട്ടില്ല. പിന്നെ സ്പോയിലറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഓപ്പൺ ചെയ്ത് കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏത് വണ്ടി നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് നമുക്ക് ഈ ഒരു സുപ്രയാണ്. അവിടുന്ന് തന്നെ നമുക്ക് അടുത്ത മോഡലിലേക്ക് വരുമ്പോൾ നിസാൻ്റെ GTR 35 ആണ്. അപ്പോൾ ഇത് നമുക്കറിയാം അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളൊരു മോഡലാണ്, റെയറുമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രൈസിലാണ് ഈ ഒരു വണ്ടി നാട്ടിൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു GTR 35 ഉണ്ട്. അതുപോലെ തന്നെ GTRൻ്റെ തന്നെ നമ്മുടെ ഈ R33 ഗോഡ്സില എഡിഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാലും ആ ഒരു ഗോഡ്സില എഡിഷൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ടോപ്പിലും അതുപോലെ തന്നെ വണ്ടിയുടെ മുകളിലും കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നത് നല്ല പക്ക ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണുന്നത് ജസ്റ്റ് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പം GTR 35 GTR 33 അവിടുന്ന് തന്നെ നെക്സ്റ്റ് നമുക്ക് ഓഡി ക്വാട്രോ ആണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടാലും നല്ല നേരത്തെ നമുക്ക് ഗ്രീൻ കളറിലായിരുന്നു. ഇപ്പോൾ പുതിയ കേസിൽ നമുക്ക് ബ്ലാക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഒക്കെ തന്നെ കണ്ടറിയാം. ഓഡി ക്വാട്രോ 87 മോഡലാണിത്. അപ്പോൾ ഇത് നമ്മുടെ അവൈലബിൾ ആണ്. അവിടുന്ന് തന്നെ നെക്സ്റ്റ് നമുക്ക് ഫോർഡ് മസ്റ്റാങ് ഡാർക്ക് ഹോഴ്സ് എഡിഷൻ നമ്മുടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടറിയാം. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള പെയിൻറ്റ് ജോബ് ക്വാളിറ്റി, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു എക്സോസ്റ്റ് ടിപ്പും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അവിടെ തന്നെ നെക്സ്റ്റ് മോഡൽ നമ്മുടെ വരുന്നത് 90 ഹോണ്ട സിവിക് EF മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടാൽ മിക്ക കളക്ടേഴ്സിൻ്റെ ഫേവറേറ്റ് ഒരു മോഡൽ കൂടിയാണിത്. ഈ ഒരു വണ്ടി നമ്മുടെ അവൈലബിൾ ആണ്. അവിടുന്ന് തന്നെ നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളൊരു പോലീസ് കാറാണ്. അതായത് 10 Camaro SS എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല പക്ക ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്ത് നല്ലൊരു സൂപ്പർ മോഡലാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സുബറു ഇംപ്രസയാണ്. മിക്ക കളക്ടേഴ്സിൻ്റെ കയ്യിലുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ നല്ല മൂവിങ് ഉള്ളൊരു മോഡൽ കൂടിയാണിത്. ഇത് നമ്മുടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ലംബോർഗിനി ഹ്യൂറക്കാൻ്റെ സ്റ്റെറാട്ടോ മോഡലാണ്. അപ്പോൾ ഇത് നമ്മുടെ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. ഈ ലംബോർഗിനി മോഡൽ നമ്മുടെ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ മെക്ലാരൻ F1 ആണ്. ആക്ച്വലി ഈ ഒരു പീസ് ഇപ്പോൾ സെല്ലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയ സ്റ്റോക്ക് നമ്മുടെ അടുത്ത് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അവിടെ തന്നെ നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളൊരു കസ്റ്റം 72 ഷെവിയാണ്. അതൊരു പിക്കപ്പ് ട്രക്കാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അലോയും കാര്യങ്ങളും നല്ല ഗോൾഡൻ കളറിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് നമ്മുടെ 90 അക്യൂറ NSX മോഡലാണ്. നമുക്ക് കണ്ടറിയാം അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ളൊരു വണ്ടി കൂടിയാണിത്. ഈ ഒരു വാഹനം നമ്മുടെ അവൈലബിൾ ആണ്. ഓപ്പൺ ചെയ്ത് കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. അവിടുന്ന് തന്നെ നെക്സ്റ്റ് നമ്മുടെ 69 മെർക്കുറി കൗഗർ എലിമിനേറ്റർ ആണ്. എലിമിനേറ്ററിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഒരു ഗ്രീൻ കളറിലായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പുതിയ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ചെറിയ ബ്ലൂയിഷ് ഗ്രീനാണ്. കണ്ടാൽ അത്യാവശ്യം നല്ല അട്രാക്റ്റീവാണ്. പെയിൻറ്റ് ജോബും ക്വാളിറ്റിയും
നല്ലൊരു തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബേസും കാര്യങ്ങളും സിൽവറിലാണ്. ഫുൾ നമുക്ക് എക്സോസ്റ്റ് പൈപ്പുകളും കാര്യങ്ങളും എഞ്ചിനിൽ നിന്നും ടോട്ടൽ നമുക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ 57 ഷെവിയാണ്. ഇത് നമുക്ക് ഓൺലൈനിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. നല്ല റേറ്റിലാണ് ഈ ഒരു പീസ് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല വില കുറച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ നമ്മളെ ബേസും കാര്യങ്ങളും ഫുൾ സിൽവർ ഫിനിഷിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല കളക്റ്റബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. പിന്നെ നമ്മുടെ അതിലുള്ളൊരു ട്രഷർ ഹണ്ടാണ്. അത് നമ്മുടെ 59 ഷെവി ഇംപാല എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഈ ട്രഷർ ഹണ്ട് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു കാർഡിന് താഴെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ചെറിയൊരു ലോഗോ വരുന്നത് കാണാം. ഇത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ കാറിൻ്റെ സൈഡിലും ആ ഒരു ട്രഷർ ഹണ്ടിൻ്റെ ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു വീലും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്കള്ളിൻ്റെ ഷേപ്പിലാണ് ആ ഒരു അലോയും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുള്ളി ഒരു സ്കെൽട്ടൺ ഡിക്കാൽസാണ് ഇതിൽ മുകളിൽ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡും കണ്ടാൽ അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ഉള്ളൊരു മോഡൽ തന്നെയാണിത്. ട്രഷർ ഹണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് 64 ഷെവി ഷെവലയാണ്. അത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കയറി നിൽക്കുന്നതിലാണ് വരുന്നത്. നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. ബേസിൽ നമുക്ക് എക്സോസ്റ്റ് ടിപ്പിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല കളക്റ്റബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. അവിടെ തന്നെ നെക്സ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് പോണ്ടിക്കിൻ്റെ അസ്റ്റെക് കസ്റ്റംസ് ആണ്. കണ്ടാൽ തന്നെ അറിയാം വളരെ റെയർ ആയിട്ടുള്ളൊരു വാഹനമാണ്. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് പേജുകളിലൊന്നും തന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ലൊരു കളക്റ്റബിൾ ആയിട്ടുള്ള നല്ല ഡീറ്റെയിൽഡ് ഒരു മോഡലാണ്. താല്പര്യമുള്ളവർ ജസ്റ്റ് പറയുക, ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിക്കാം. നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ പിന്നെ ഒരു ട്രഷർ ഹണ്ടാണ്. അതായത് പോർഷെ 928S സഫാരി എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതും ട്രഷർ ഹണ്ട് മോഡലാണ്. ഇതിനുള്ള ആ ഒരു ലോഗോ കൊടുത്തിട്ടുള്ളത് കാണാം. ഒരു ഹോട്ട് വീൽസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രഷർ ഹണ്ട് അതുപോലെ സൂപ്പർ ട്രഷർ ഹണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം കളക്റ്റബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. നെക്സ്റ്റ് നമ്മുടെ BMW M3 വാഗണാണ് നമ്മുടെ കയ്യിലുള്ളത്. അതും നല്ല കണ്ടാൽ നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം സ്റ്റിക്കറും കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രോൺസ് അലോയ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടെയിൽ ലാമ്പിൽ അത്ര ഡിസൈനിങ് കൊടുത്തിട്ടില്ല, എന്നാൽ ഫ്രണ്ടിലും ആ ഒരു പ്ലെയിൻ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്ര ഡീറ്റെയിൽസ് ഹെഡ് ലാമ്പിലും ടെയിൽ ലാമ്പിലും വന്നിട്ടില്ല. എന്നിരുന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കളക്റ്റബിൾ മോഡലാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ളൊരു വാഹനം കൂടിയാണിത്, BMW M3 വാഗൺ. അവിടെ തന്നെ നമ്മുടെ നെക്സ്റ്റ് കാർ വരുന്നത് പോർഷെ കരേരയാണ്. ഇത് നമുക്ക് കണ്ടാൽ നല്ല റെയർ ആയിട്ടൊരു വാഹനമാണ്. ആ ഒരു അലോയ്സിൻ്റെ കാര്യങ്ങളും ഡിസൈനൊക്കെ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റിൽ ആ ഒരു ബ്ലൂ അലോയ്സ് ആണ് വരുന്നത്. സൈഡിൽ കസ്റ്റം സ്റ്റിക്കേഴ്സാണ്. അതുപോലെ തന്നെ ഫുഡ് ഷെല്ലിന് മുകളിൽ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് വാഹനം വരുന്നത്. ടെയിൽ ലാമ്പ് കാര്യങ്ങളും ഹൈലൈറ്റഡ് ആണ്. ഹെഡ് ലാമ്പ് കാര്യങ്ങളും അത്ര ഹൈലൈറ്റ് കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും നല്ലൊരു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു വാഹനം കൂടിയാണ് ഈ ഒരു പോർഷെ കരേര. ഇത് തന്നെ പേഴ്സണൽ കളക്ഷനിലോട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് കണ്ടാൽ മതി. നമ്മുടെ ധാരാളം മോഡൽസ് ഇനിയും വരാനുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാം കൂടെ വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇത്രയും മോഡൽസ് നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ഉണ്ട്. ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞോട്ട് ഈ ഒരു മോഡൽസ് ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സ് നമ്മുടെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് നന്നായി തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഞാൻ കൊടുത്തിരിക്കാം, അത് ജസ്റ്റ് ഒന്ന് കയറി ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളായിരുന്നു. സോ ഗൈസ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.